കഴിക്കടി അങ്ങോട്ട്. എനിക്കിഷ്ടണ്ടായിട്ട് കല്യാണം കഴിപ്പിച്ചൊന്നും അല്ലേ ചേച്ചി. അച്ഛനും അമ്മയും കൂടെ കൊണ്ട് ഉറപ്പിച്ചു. ഒരു കോന്തൻ. ഇവള് ചോറ് തിന്നാതിരിക്കുമ്പോഴേ അങ്ങേരുടെ ഫോട്ടോ കാണിച്ചാ ഞാൻ പേടിപ്പിച്ചിരുന്നത് അല്ലേടി മോളെ. ഭാഗ്യത്തിന് 2 വർഷം മുമ്പ് ചത്തു. നീ എന്താടി കഴിക്കാത്തത്? നമ്മുടെ സ്വന്തം വീടല്ലേ. ഒന്നുള്ളി പറക്കും. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ സൗന്ദര്യം സംരക്ഷിക്കില്ലല്ലേ. എന്റെ സൗന്ദര്യം അവൾക്ക് കിട്ടിയിരിക്കണതേ. ഭർത്താവ് മരിച്ചെങ്കിലും ബന്ധുക്കളൊക്കെ കാണുമായിരിക്കും അല്ലേ? എവിടുന്ന്? ഒക്കെ നാറികളാ. എന്നെ മോളെയും പിടിച്ച് പുറത്താക്കിയതല്ലേ. എല്ലാവരും കൂടി വന്ന് നിരന്ന് നിന്നപ്പോഴേ ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, എനിക്ക് എന്റെ മേരി ചേച്ചി ഉണ്ടെന്ന്. ചാകള വരെ ഞാനും മോളും അവിടെ തന്നെ താമസിക്കുമെന്ന്. അല്ലടി മോളെ? അല്ല, അത് പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഈ സൗകര്യമൊക്കെ മതിയെന്നേ. മേരി ചേച്ചിക്കാണ് പ്രസവിക്കാൻ യോഗമില്ല. ഇവളെടുത്ത് അങ്ങ് കൊഞ്ചിച്ചോ, എനിക്കൊരു വിഷമവും ഇല്ലെന്നേ. നിക്ക്, ഞാൻ പറഞ്ഞു തീർന്നില്ല. കല്യാണി വയറ് നിറച്ച് കഴിക്കും, എന്നിട്ട് നമുക്ക് വിശദമായിട്ട് കേൾക്കാം. അമ്മേ, ഇവര് നമ്മൾ എവിടെ നിൽക്കാൻ സമ്മതിക്കോ? നിന്റെ കരിനാക്ക് വളച്ച് ഒന്നും പറയാതിരി ദുഷ്ടത്തി. പിന്നെ നമ്മൾ എവിടെ പോവാനാ? സമയം കിട്ടുമ്പോഴേ അവരോടൊക്കെ ഒന്ന് കൊഞ്ചടി. അയ്യേ, എനിക്കൊന്നും വയ്യ. കൊല്ലും ഞാൻ. മക്കളില്ലാത്ത അവർ രണ്ടുപേരുവേ നിന്നെ ഒരു മോളായിട്ട് കാണേന്ന് പ്രാർത്ഥിക്കടി. നീയേ ഇതിന്റെ പാദ്യം പിടിച്ചേ പിടിച്ചേ പിടി. കഴിച്ചോ? എന്നോടോട് പറഞ്ഞു കേട്ടോ, ആ ഉണക്കമീൻ പോലിരിക്കുന്ന പെണ്ണിനെ എടുത്ത് കൊഞ്ചിച്ചോളെ. അവളിവിടെ പാർക്കാൻ വന്നതാ മനുഷ്യ. അതിനിപ്പോ ഞാൻ എന്നാ ചെയ്യാനാ? നിന്റെ ബന്ധുവല്ലേ? ബന്ധുവല്ല, ജന്തു. സത്യം പറഞ്ഞ ആ ജന്തുവിനെ എനിക്ക് ശരിക്കും ഓർമ്മ പോലും ഇല്ല. ആന കരിമ്പിൻകാട്ടി കയറിയ പോലെയാ അടുക്കളയിലത്തെ സ്ഥിതി. ഓ, എന്നാ തീറ്റയെ. ഇവിടെ പാർക്കാൻ പറ്റില്ലെന്ന് നിനക്കങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? ഒരു ശരാശരി ഒരുത്തിയാണെങ്കിൽ എനിക്കൊരു 2 മിനിറ്റ് മതി. ഇത് കളി കാര്യമായിട്ടിച്ച. 5 പൈസ അധികം ചെലവാകുന്ന ഒരു കാര്യം എനിക്ക് കേൾക്കണ്ട. എന്നാ നിങ്ങളൊരു വഴി പറ. ഒരു വഴിയുണ്ട്. രാത്രി ആകട്ടെ. ചേച്ചി, അച്ചാറും കുപ്പി എവിടെയാ? ഓ, അപ്പൊ അതൊഴിച്ചു ബാക്കിയൊക്കെ തീർന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇനി അതിനകത്തുള്ള പാത്രങ്ങളൊക്കെ പണ്ടാരം എടുത്ത് വിഴുകും. ഭീമേട്ടാ, എന്നെ മനസ്സിലായോ? ഭീമേട്ടന്റെ അമ്മയുടെ സ്കൂളിലെ രുക്മിണി ടീച്ചറിന്റെ മോളാ ഞാൻ. കൊഴുക്കട്ട കൊണ്ടുവരുന്ന രുക്മിണി ടീച്ചറല്ലേ? അതെ. ഒരിക്കൽ ഭീമേട്ടൻ എന്റെ ചോറുപാത്രം എടുത്ത് ചോറ് തിന്നിട്ടുണ്ട്. അന്ന് ഭീമേട്ടന്റെ അമ്മ ഭീമേട്ടനെ ഒരുപാട് തല്ലി. 9ാം ക്ലാസ്സിൽ വെച്ച് അല്ലേ? എല്ലാം ഓർമ്മയുണ്ടല്ലേ? പിന്നെ അന്ന് എനിക്കൊരു കാര്യം ചോദിക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. എന്താ? അന്നെന്താ പുളിശ്ശേരിയിൽ ഉപ്പിടാഞ്ഞ്? എടുത്തതുകൊണ്ട് തിന്നേ ഉള്ളൂ, ഒരു വക. ഭീമേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടല്ലേ? ഇവിടെ വന്ന് ഞാനും ഇങ്ങനെ നിൽക്കാറുണ്ട്. എന്തിന്? ഭീമേട്ടനെ കാണാൻ. ഞാൻ കാണാറില്ലല്ലോ. ഭീമേട്ടൻ എപ്പോഴും തീറ്റയല്ലേ? മനുഷ്യൻ ജനിക്കുന്ന തന്നെ തിന്നാനായിട്ടല്ലേ? എന്ത് രസാ ഭീമേട്ടനെ കാണാൻ. ഈ തടിയാ ഭീമേട്ടന്റെ ഭംഗി. ഒരുപാട് ഇഷ്ടാ. എന്നാ അമ്മയോട് പറ. രാവിലെയും വൈകിട്ടും തൈരിൽ പഞ്ചസാര ഇട്ട് കഴിക്കണം. ആദ്യം രാവിലെ തണുത്ത ചോറ് തൈരും കൂട്ടി ഉരുട്ടി വിഴുങ്ങണം. അപ്പൊ നിനക്ക് നല്ല തടിച്ചാവാം. അയ്യേ, എനിക്ക് തടിക്കണമെന്നില്ല. അന്ന് ചോറുപാത്രം മോഷ്ടിച്ചപ്പോ എന്റെ മനസ്സുകൂടി അതിലുണ്ടായിരുന്നു. എന്തേ പെണ്ണെ, വെറുതെ അനാവശ്യം പറയരുത്. കുറച്ച് ചോറും ഉപ്പില്ലാത്തൊരു പുളിശ്ശേരിയും ഒരു ഉണക്ക നെല്ലിക്ക് മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ ഭീമേട്ടൻ എന്താ ഇങ്ങനെ?
എനിക്ക് ഭീമേട്ടനെ വലിയ ഇഷ്ടാ.